ഞാനിപ്പോൾ ഉള്ളത് എംആറിൻ്റെ ഗ്രാൻഡ് പോളോ റിസോർട്ട് ആൻഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ്. ഈ കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് തന്നെ മൂന്ന് സ്ഥലങ്ങളിലെ ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ. ഒന്ന് UK-ലും, രണ്ടാമത് US-ലും, പിന്നെ അർജൻറ്റീനയിലും, ഇപ്പോൾ ദുബായിലുമാണ് ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രാൻഡ് ന്യൂ കമ്മ്യൂണിറ്റിയാണ്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം 23 വർഷം പഴക്കമുള്ള കമ്മ്യൂണിറ്റീസാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ടൗൺ ഹൗസസിന് വരുന്നത് 3 ബെഡ്റൂമിലാണ് വരുന്നത്. 3.5 to 4 million ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 ബെഡ്റൂം ടൗൺ ഹൗസസിന് വരുന്നത് 4.5 to 5 million ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഉഷാറാക്കാം. ഞാനിപ്പോൾ ഉള്ളത് എംആറിൻ്റെ ഗ്രാൻഡ് പോളോ റിസോർട്ട് ആൻഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ്. ഈ കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് തന്നെ മൂന്ന് സ്ഥലങ്ങളിലെ ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ. ഒന്ന് UK-ലും, രണ്ടാമത് US-ലും, പിന്നെ അർജൻറ്റീനയിലും, ഇപ്പോൾ ദുബായിലുമാണ് ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രാൻഡ് ന്യൂ കമ്മ്യൂണിറ്റിയാണ്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം 23 വർഷം പഴക്കമുള്ള കമ്മ്യൂണിറ്റീസാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ടൗൺ ഹൗസസിന് വരുന്നത് 3 ബെഡ്റൂമിലാണ് വരുന്നത്. 3.5 to 4 million ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 ബെഡ്റൂം ടൗൺ ഹൗസസിന് വരുന്നത് 4.5 to 5 million ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഉഷാറാക്കാം.